ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ നോമ്പ് 2-ാം ദിവസം. ശൂനായ എന്ന വാക്കിന് നമ്മൾ ഇന്നലെ അർത്ഥം കണ്ടു. സ്ഥലം മാറ്റം, വാങ്ങിപ്പ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. പ്രത്യേകിച്ചും ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ പൗരത്വ സഭകളിലെ വാങ്ങിപ്പ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിന്റെ അത് തന്നെയാണ് വാങ്ങിപ്പോയി, പിൻവാങ്ങിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇത് മറിയത്തിന്റെ ജന്മദിനത്തിന് ഒരുക്കമായിട്ടെന്ന് പറയേണ്ടത് ഞാൻ അമലോത്ഭവത്തിന് ഒരുക്കമായി എന്ന് പറഞ്ഞത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ അതൊന്ന് തിരുത്തി കേൾക്കുക. തിരുത്തി ചിലർ ഇങ്ങനെ കമന്റ് ബോക്സിൽ തിരുത്തിയിട്ടായിരുന്നു, അവരോട് നന്ദി പറയുന്നു. ഈ പൗരത്വ സഭകളിലെ ആധ്യാത്മികതയെ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്നാണ് പറയുക. ആരാധനക്രമ ആരാധന. അതെന്താണ് ഈ ആരാധനക്രമ ആരാധന? സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ് ലിറ്റർജി എന്ന് പറയണേ. ലൈത്തുർഗിയ, നമ്മൾ ലിറ്റർജിയെ കുറിച്ച് തന്നെ നീണ്ട ഒരു പ്രഭാഷണ പരമ്പര തന്നെ നമ്മൾ നടത്തുന്നുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ലിറ്റർജി എന്ന് പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനക്രമമാണ്. ആരാധനക്രമത്തിൽ അപ്പോൾ അതിൽ കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന, മറ്റു കൂദാശകൾ, പിന്നെ യാമപ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് ലിറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. ലത്തീൻ സഭയാണെങ്കിലും സീറോ മലങ്കരയാണെങ്കിലും സീറോ മലബാറാണെങ്കിലും മറ്റേത് സഭകളാണെങ്കിലും ഔദ്യോഗിക പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് കുർബാന, കൂദാശകള്, പിന്നെ യാമപ്രാർത്ഥനകൾ. അതിന് താഴെയാണ് ഈ സ്വകാര്യ പ്രാർത്ഥനകളൊക്കെ. ഇപ്പം ജപമാല എന്ന് പറയുന്നതാണെങ്കിലും കുരിശന്റെ വഴിയാണെങ്കിലും നൊവേനയാണെങ്കിലും ഈ കൂദാശ അനുകരണങ്ങളാണെങ്കിലും ഒക്കെ അതെല്ലാം സഭയുടെ ഔദ്യോഗിക, അതായത് കൂദാശകളിലൂടെയാണ് ദൈവിക ജീവൻ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വരപ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ. ദൈവം ഏത് ജീവൻ കൊണ്ട് ജീവിക്കുന്നുവോ അതിന്റെ ശതമാനം, ഒരു പോയിന്റ്, ഒരു ബിന്ദു തമ്മിലേക്ക് ഇടുകയാണ് കൂദാശകൾ. അത്രയും ക്ഷേമം മറ്റൊരു പരിപാടിക്ക് ഉണ്ടാവില്ലല്ലോ, അല്ലെ? അതിൽ തന്നെ കർത്താവിനെ തന്നെ നമുക്ക് നൽകുകയാണ് കുർബാന. അതുകൊണ്ടാണ് അതിനെ സഭയുടെ ഉറവിടവും പിന്നെ പരകോടിയും, ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പരകോടിയും എന്നൊക്കെ വിളിക്കുന്നത്. ഇത് എന്റെ ശരീരമാണ് എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെയാണ്, ഇതെന്റെ രക്തമാണ്, ഇത് എന്റെ പ്രാണനാണ്. കർത്താവ് തന്നെ തന്റെ പ്രാണൻ നമുക്ക് നൽകുകയാണ് കുർബാനയിലൂടെ. അപ്പോൾ അത്രയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൗരത്വ ആധ്യാത്മികത എന്ന് പറയണേ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വകാര്യ പ്രാർത്ഥനകൾക്ക് ഒട്ടും എതിരല്ല. ഞാൻ ബിബ്ലിക്കൽ റോസറി എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷിലെ പുസ്തകമുണ്ട്, ബിബ്ലിക്കൽ റോസറി. ഇത് ഞാൻ എന്റെ കഴുത്തിലിട്ടിരിക്കുന്ന കൊന്തയാണ്. എന്റെ കഴുത്തിൽ എപ്പോഴും ഞാൻ കൊന്ത ഇട്ടിട്ടുണ്ട്. ആ കൊന്തയാണിത്. ഈ പടത്തിലും അത് തന്നെയാണ്. എന്റെയാണ് ഈ കൈ. ഇത് ബിബ്ലിക്കൽ റോസറി എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ, ഇതിന്റെ മലയാളം തിരുവചന ജപമാല എന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലിറക്കിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോ ബിബ്ലിക്കൽ റോസറി, ജപമാല, തിരുവചന ജപമാല, ബിബ്ലിക്കൽ റോസറി, അതാണ് ഇതിനകത്ത്. ഈ മലയാളത്തിൽ ഇറക്കിയിരിക്കുന്നതിനകത്ത് ഓരോന്നിനും 7 ധ്യാനം വെച്ചിട്ടാണ്. അപ്പോൾ 20 രഹസ്യങ്ങൾക്ക് × 7 7 14 140 ചെറു ധ്യാനങ്ങൾ. ഒരു പേജിൽ ഒരു ധ്യാനം. ആ നിലയ്ക്കാണ് തിരുവചനവും ധ്യാനവും. അങ്ങനെ ഒരു തിരുവചനത്തിലൂടെ തന്നെ ഇടുക്കി ചേർന്നിരിക്കുന്ന കൊന്തയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാ ദിവസവും കൊന്ത, ചിലപ്പോൾ പല പ്രാവശ്യം, ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാത്ത ദിവസങ്ങളില്ല. അപ്പോൾ കൊന്ത ചൊല്ലുന്നവനാണ് ഞാൻ. അതുപോലെ തന്നെ കരുണക്കൊന്തയും ചൊല്ലും. എല്ലാ ദിവസവും ചൊല്ലും മുടങ്ങാതെ. ചില ദിവസങ്ങളിൽ പല പ്രാവശ്യം ചൊല്ലും. ഇനി ഇത് ബിബ്ലിക്കൽ റോസറി ഇംഗ്ലീഷ്, മലയാളത്തിൽ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ 2 പതിപ്പുകൾ, അതായത് പുരുഷന്മാരുടെ തിരുവചന ജപമാല, സ്ത്രീകൾക്കുള്ള തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ട് അതിന്റെ തർജ്ജമ വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുരിശന്റെ വഴിയെക്കുറിച്ച് ഞാൻ 2 സെറ്റ് കുരിശന്റെ വഴി ഇംഗ്ലീഷിൽ ഇറക്കിയിട്ടുണ്ട്. 2 സെറ്റ്. ഇതിനകത്ത് 2 എണ്ണമുണ്ട്, സ്ക്രിപ്ചറലും ട്രഡീഷണലും. അതിന്റെ വിദേശ പരിഭാഷയുണ്ട്. അപ്പോൾ ഞാൻ കുരിശന്റെ വഴി പുസ്തകം ഇറക്കിയിട്ടുണ്ട്, തിരുവചന ജപമാല പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ബിബ്ലിക്കൽ റോസറി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാൻ കൊന്ത ചൊല്ലുന്നവനാണ്, കരുണക്കൊന്തം ചൊല്ലുന്നവനാണ്, കുരിശന്റെ വഴിയും ചൊല്ലും. പലപ്പോഴും ഞാൻ തന്നെ കുരിശന്റെ വഴി ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പല ധ്യാനങ്ങൾക്കും ഞാൻ തന്നെയാണ് കുരിശന്റെ വഴിക്ക് നേതൃത്വം കൊടുക്കാറ്. ചുരുക്കത്തില് സ്വകാര്യ പ്രാർത്ഥനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലതാണ്. വഴിയിലൊക്കെ പോകുമ്പോൾ കൊന്ത ചൊല്ലാൻ വളരെ സൗകര്യമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് യാമപ്രാർത്ഥനകളും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിട്ടും, ബൈബിൾ കിട്ടും. അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനകളും ചൊല്ലാൻ പ്രയാസമൊന്നുമില്ല. ഈ പൗരത്വ സഭകളിലെ യാമപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണ്. 7 എണ്ണം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ പല വീഡിയോസും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന അടിസ്ഥാനമിട്ടാണ് നമ്മുടെ ആധ്യാത്മികത. ഇത് ശൂനായ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട്
നമ്മുടെ യാമപ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യാമപ്രാർത്ഥന ഒരു പ്രാർത്ഥന. മുള്ളുമരത്തെ ദഹിപ്പിക്കാത്തതിലേറിയ തീ ശൈലത്തിൽ കണ്ടവനാം ദർശകനാം മോശേ, പുത്രാഗ്നിയിൽ എരിയാത്തവളാം കന്യകയാകും മറിയാമിൻ ദൃഷ്ടാന്തം തൻ ഈ ദൃശ്യം. ഞാൻ ഒന്നുകൂടി പറയാം. യാമപ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ്. മുള്ളുമരത്തെ ദഹിപ്പിക്കാത്തതിലേറിയ തീ ശൈലത്തിൽ കണ്ടവനാം ദർശകനാം മോശേ, പുത്രാഗ്നിയിൽ എരിയാത്തവളാം കന്യകയാകും മറിയാമിൻ ദൃഷ്ടാന്തം തൻ ഈ ദൃശ്യം. പുറപ്പാട് സംഭവത്തിലെ ആ ദൃശ്യം നമുക്ക് ഓർക്കാം. മുള്ളുമരത്തെ ദഹിപ്പിക്കാത്തത്, കത്തുന്ന മുൾപ്പടർപ്പ്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങള്. മിദിയാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു മോശെ. അവൻ ആടുകളെ മരുഭൂമിയുടെ അപ്പുറത്ത് ദൈവത്തിന്റെ മലയായ ഹൊരേബ് വരെ കൊണ്ടുപോയി. അവിടെ യാഹ്വേയുടെ മാലാഖ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നുയർന്ന അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു. എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാവുന്നില്ല എന്ന് അവൻ കണ്ടു. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് കാണട്ടെ. എന്തുകൊണ്ടാണ് മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകാത്തത്? അവരെ നോക്കാനായി അടുത്ത് ചെല്ലുന്നത് യാഹ്വേ കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവൻ വിളിച്ചു, മോശേ മോശേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. ഇതാണ് ആ രംഗം. അകലെ നോക്കിയപ്പോൾ ദൈവത്തിന്റെ മാലാഖയാണ് ഈ മുൾപ്പടർപ്പിൽ നിൽക്കുന്നതെന്ന് മോശയ്ക്ക് തോന്നി. അടുത്ത് ചെന്നപ്പോൾ യാഹ്വേ, ഏകസത്യമായ ദൈവമായ യാഹ്വേ ആ മുൾപ്പടർപ്പിന്റെ ഉള്ളിൽ കത്തി ജ്വലിക്കുകയാണ്. ആ മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിയായി, കത്തുന്ന അഗ്നിയായി ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ കുർബാനയ്ക്ക് തിരികെ തെളിക്കുന്നു. അഗ്നിയാണ്, കത്തുന്ന മുൾപ്പടർപ്പാണ്, എന്നാൽ എരിഞ്ഞ് ചാമ്പലാക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി പറയാ, കത്തുന്ന മുൾപ്പടർപ്പ്, പക്ഷെ ആ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. അതായത് ആ തീ കത്താൻ ഈ മുൾപ്പടർപ്പ് വേണ്ട. അവൻ സ്വയമേവ പ്രകാശിക്കുകയാണ്. ദൈവം പ്രകാശമാണ്. പ്രകാശമായ ദൈവം, വെളിച്ചമായ ദൈവം വെളിച്ചമായി ഈ കത്തുന്ന മുൾപ്പടർപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ടും ആ മുൾപ്പടർപ്പ് എരിഞ്ഞു പോകുന്നില്ല. ഇത് ഈ മോശ കണ്ട ചിത്രം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണെന്നാണ് യാമപ്രാർത്ഥനയിൽ. എന്താണ് ദൃഷ്ടാന്തം? പൂർവ്വദൃശ്യം. ഈ കത്തുന്ന മുൾപ്പടർപ്പിനുള്ളിൽ ദൈവം അഗ്നിയായി. ദൈവമാണ് അഗ്നി. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നില്ല. മറിയത്തിനുള്ളിൽ ദൈവം തന്നെയായ ക്രിസ്തു, ദൈവം തന്നെയായ പുത്രൻ, ദൈവം തന്നെയായ ഏകജാതൻ, യോഹന്നാൻ 1:18, ദൈവം തന്നെയായ ഏകജാതൻ മറിയത്തിനുള്ളിൽ, കത്തുന്ന മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നി പോലെ. എന്നിട്ടും മറിയം ചാമ്പലാകുന്നില്ല. നമ്മൾ ദൈവത്തെ തൊട്ടാൽ നമ്മൾ ചാമ്പലായി പോകേണ്ടതാണ്, പക്ഷേ ചാമ്പലായി പോകുന്നില്ല. മറിയത്തിനുള്ളിൽ ദൈവം തന്നെ, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് ദൈവം തന്നെയായ പുത്രനെയാണ്. എന്നിട്ട് മറിയം ചാമ്പല ദഹിച്ചു പോകുന്നില്ല. ഇതാണ് ഈ കത്തുന്ന മുൾപ്പടർപ്പിലെ, അത് മറിയത്തിന്റെ ഈ പുത്രാഗ്നിയിൽ എരിയാത്തവളം കന്യകയാകും മറിയാമൻ ദൃഷ്ടാന്തമാണ് മോശ കണ്ട ദൃശ്യം. മുള്ളുമരത്തെ മുൾപ്പടർപ്പിനെ ദഹിപ്പിക്കാത്തതിലേറിയ തീ ശൈലത്തിൽ, ശൈലം എന്ന് വെച്ചാൽ പർവ്വതത്തിൽ കണ്ടവനാം ദർശകനാം മോശെ. ദാർശനികൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനായ മോശെ പർവ്വതത്തില് ഈ മുൾപ്പടർപ്പിനെ ദഹിപ്പിക്കാത്തതിലേറിയ തീയായി വന്നവനെ കണ്ടു. അത് ദൈവപുത്രനായ അഗ്നി, ദൈവം തന്നെയായ പുത്രനായ അഗ്നിയാൽ എരിയാത്തവളായ കന്യകയായ കന്യകാമറിയത്തിന്റെ ദൃഷ്ടാന്തമാണ്. എത്ര ബിബ്ലിക്കലായിട്ടാണ് മറിയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്! എത്ര ബിബ്ലിക്കലായിട്ട്, വേദത്താളുകളുടെ അടിസ്ഥാനത്തിലാണ്. മറിയത്തിനുള്ളിലുള്ളത് മുൾപ്പടർപ്പിനുള്ളിൽ ദൈവം തന്നെയാണ്, ദൈവം തന്നെയായ പുത്രൻ. പക്ഷേ ആ മുൾപ്പടർപ്പിനെ ദഹിപ്പിക്കാത്തതുപോലെ മറിയത്തെയും ദഹിപ്പിക്കുന്നില്ല. അവളുടെ കന്യകാത്വം കളയുന്നില്ല. കന്യകയെ ദഹിപ്പിക്കുന്നില്ല. അവളിലെ യാതൊന്നും ദഹിപ്പിക്കുന്നില്ല. ഈ അഗ്നിക്ക് ദഹിപ്പിക്കുക, ശുദ്ധീകരിക്കുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ മറിയത്തെ ശുദ്ധീകരിക്കേണ്ടതില്ല. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് മറിയം. അങ്ങനെയാണ് ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ അവളെ വിളിച്ചത് ഹൈറേ കെഖരിത്തോമനെ. കെഖരിത്തോമനെ എന്ന് പറഞ്ഞാല് നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ എന്നും തർജ്ജമ ചെയ്താൽ പോരാ. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ എന്നൊന്നും പറഞ്ഞാൽ പോരാ. അതിനേക്കാളൊക്കെ വലിയ വലിയ വാക്കുകൾ വേണം.
കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നെങ്കിലും വേണം. അതും പോരാ ശരിക്കും. ഞാൻ അമലോത്ഭവത്തെ കുറിച്ചുള്ള ടോക്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നെങ്കിലും പറയണം. അങ്ങനെയുള്ള ഒരാളാണ് മറിയം. അവൾക്ക് ഇങ്ങനെയുള്ള ശുദ്ധീകരണം, പാപത്തിന് ശുദ്ധീകരണം വേണ്ട. എന്നാൽ ആചാരമനുസരിച്ച് ശുദ്ധീകരണത്തിന് അവൾ പോയിട്ടുണ്ട്. 40 ദിവസം അല്ലേ, ആൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം യഹൂദ സ്ത്രീകൾ ശുദ്ധീകരണത്തിന് പോകണം. അത് പാപത്തിനുള്ള ശുദ്ധീകരണമല്ല, ആചാരമനുസരിച്ച് ദേവാലയത്തിൽ കയറാൻ വേണ്ടിയുള്ള ശുദ്ധീകരണമാണ്. ഇങ്ങനെ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളായ മറിയം, ഈ അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടാത്ത മറിയം, അഗ്നിയാൽ കന്യകാത്വം നഷ്ടപ്പെടാത്ത മറിയം, അവളുടെ ഉള്ളിൽ കിടക്കുന്നത് ദൈവം തന്നെയാണ്. അതിനാൽ അവൾ കത്തുന്ന മുൾപ്പടർപ്പാണ്, ദഹിച്ചു പോകാത്ത കത്തുന്ന മുൾപ്പടർപ്പാണ്. അങ്ങനെയുള്ള ആ മറിയത്തെയാണ് നമുക്ക് അമ്മയായി നൽകിയിട്ടുള്ളത്. ആര്? ഈശോമിശിഹ തന്നെ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ യേശു സ്നേഹിച്ച ശിഷ്യനെ കൊടുത്തിരിക്കുക. യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ലാത്ത ആരെങ്കിലും കൂടി ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിയേ. യേശു സ്നേഹിക്കാത്തവരായി ആരെങ്കിലും ശിഷ്യന്മാരുണ്ടോ? ഇല്ല, നമ്മളൊക്കെയുണ്ട്. ചരിത്രത്തിൽ യോഹന്നാൻ, ആ യോഹന്നാനിൽ നമ്മളെല്ലാവരും പ്രതിനിധാനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായി നൽകിയത് ഇങ്ങനെ ഒരു അമ്മയാണ്. ദൈവത്തെ തെയോത്തോക്കോസ്, ദൈവവാഹക. ഞാൻ ഇന്നലെ പറഞ്ഞു അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത്. തെയോത്തോക്കസിനും പുതിയൊരു വ്യാഖ്യാനം, അല്ലെങ്കിൽ നല്ലൊരു വ്യാഖ്യാനമാണ് ഈ അമ്മ പ്രാർത്ഥനയിലുള്ളത്. നമുക്ക് ഈ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്കെല്ലാം നൽകിയ ആ അമ്മയെ, യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ വീട്ടിൽ സ്വീകരിച്ചതാണ്. നമുക്ക് ഈ യേശുവിന്റെ അമ്മയെ നമ്മുടെ അമ്മയായി നൽകിയതിനാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പള്ളിയിലൊക്കെ സ്വീകരിക്കാം. ഈശോയുടെ വാക്കുകൾ നാം സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് അവളെ അമ്മയായി സ്വീകരിക്കാം. അമ്മയായി നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുപോകാം. അവളെ അമ്മയായിട്ട് ബഹുമാനിക്കാം. അവളുടെ അമ്മയുടെ തണലിൽ മക്കള് അഭയം തരുന്ന പോലെ അഭയം തേടാം. അമ്മയെ ആക്രമിക്കാനായിട്ട് കുറെ പേര് നടക്കുന്നത്, യഹോവ സാക്ഷികള്, പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, ഈ നമ്മുടെ അമ്മയെ യേശു നമുക്ക് അമ്മയായി നൽകി ഇവളെ ആക്രമിക്കാൻ നടക്കുക. അവർ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. അവരിൽ നിന്ന് നമ്മുടെ അമ്മയെ സംരക്ഷിക്കാനുള്ള ചുമതല നല്ല ഉത്തരവാദിത്തമുള്ള മക്കൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. ഈ ശൂനായ നോമ്പില് അങ്ങനെ ഒരു ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. അതായിരിക്കും മറിയത്തിന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സമ്മാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.